സൈഡ് ടെമ്പേർഡ് ഗ്ലാസ് ആണ്. നമുക്ക് ഈ ഗ്ലാസ് ട്രാൻസ്പെറൻറ്റ് ഊരിയെടുക്കാൻ പറ്റും. ഇതിൽ മെയിൻ ഇതിൻ്റെ ഓവർവ്യൂ പറയുകയാണെങ്കിൽ ഫ്രണ്ട് ഈ ഗ്രില്ല് ഇവിടെ ഒരു RGB ഫാൻ ഉണ്ട്, ഇൻടേക്ക് ആണ്, എയർ ഇൻടേക്ക്. പിന്നെ രണ്ട് സൈഡിലായിട്ടും ഒരു RGB സ്ട്രിപ്പ് ഉണ്ട്, LED സ്ട്രിപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ക്യാബിൻ്റെ മെയിൻ ആയിട്ടുള്ള RGB ലൈറ്റിങ്. പിന്നെ ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിയർ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ റിയറിൽ, അതായത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ, അതായത് റിയർ ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 mm നോർമൽ ഫാനാണ്, RGB ഫാനല്ല. അതാണ് ഈ ഒരു ക്യാബിനറ്റിൻ്റെ ഒരു ചെറിയൊരു ലിമിറ്റേഷനായിട്ട് എനിക്ക് തോന്നിയത്. ബാക്കിയെല്ലാം കൊണ്ടും, അതായത് ലുക്ക് കൊണ്ടും ബാക്കി ഫീച്ചേഴ്സ് എല്ലാം കൊണ്ടും പക്ക ക്യാബിനറ്റാണ്, ഒരു പക്ക ഗെയിമിംഗ് ക്യാബിനറ്റായിട്ട് നമുക്ക് സെറ്റാക്കാവുന്നത്. ഓക്കെ, പിന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ ടെമ്പേർഡ് ഗ്ലാസ് ആണ്, ട്രാൻസ്പാരൻ്റ് ആണ്. റൈറ്റ് സൈഡിൽ നമ്മൾക്ക് ഇവിടെ മെറ്റൽ കവറാണ്, ഇത് നമുക്ക് ഊരാം. പിന്നെ ടോപ്പിലോട്ട് വരികയാണെങ്കിൽ ടോപ്പിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ മൈക്ക്, അതായത് നമ്മളുടെ ക്യാബിനറ്റിൻ്റെ ടോപ്പിൽ, അതായത് നമുക്ക് ഇപ്പോൾ പൊതുവേ ഉള്ള എല്ലാ ക്യാബിനറ്റിനും ഫ്രണ്ട് പാനലിലല്ല കൺട്രോൾസ് എല്ലാം ഉള്ളത്, ടോപ്പിലായിട്ടാണ്. അപ്പോൾ പലതിൻ്റെയും പല മോഡലാണ്. ഇതിൻ്റെ ടോപ്പിലാണ് കൺട്രോൾസ് എല്ലാം ഉള്ളത്. അതായത് നമുക്ക് കാണാം ലെഫ്റ്റ് സൈഡ് ടോപ്പിലായിട്ട് നമുക്ക് ഹെഡ്ഫോൺ ജാക്ക്, പിന്നെ മൈക്കിനുള്ള പോർട്ട്, പിന്നെ 2 USB 2.0, ഒരു USB 3.0, പിന്നെ നമുക്ക് ഒരു LED കൺട്രോളർ, അതായത് നമ്മളുടെ ഈ RGB കൺട്രോളർ സ്വിച്ച് ഉണ്ട്, സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് സ്വിച്ച് ഉണ്ട്. പിന്നെ നമ്മളുടെ റീസെറ്റ് അഥവാ റീസ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്. പിന്നെ നമ്മളുടെ പവർ ഓൺ ബട്ടൺ ഉണ്ട്. പിന്നെ 2 LED ലൈറ്റിംഗ് ഉണ്ട്, അതായത് പവർ ഓണിനും ഹാർഡ് ഡിസ്കിൻ്റെയും ആക്ടിവിറ്റിയുടെയും കാണിക്കാൻ വേണ്ടിയുള്ള LED ലൈറ്റ്സ് ഉണ്ട്. പിന്നെ ടോപ്പിൽ നമുക്ക് ഒരു മാഗ്നറ്റിക് ഡസ്റ്റ് ഫിൽറ്റർ ഉണ്ട്, അതായത് നമുക്ക് ക്ലീൻ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഒരു മാഗ്നറ്റിക് ഡസ്റ്റ് ഫിൽറ്റർ, ഫ്ലെക്സിബിൾ ആണ്. ഇപ്പോൾ ടോപ്പിലും നമുക്കിപ്പോൾ ഫാൻ സെറ്റ് ചെയ്യാം, എക്സ്ട്രാ ഫാൻ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ടോപ്പിലും സെറ്റ് ചെയ്യാം. അതിൻ്റെ ഒരു കവറിങ് എന്നോണം ഒരു മാഗ്നറ്റിക് ഇതാകുന്നുണ്ട്. നമുക്ക് അത് ക്ലീനിങ്ങിനനുസരിച്ച് നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാം ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോപ്പിലെ കാര്യങ്ങൾ. പിന്നെ ബാക്കി നോർമൽ ഒരു ക്യാബിനറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ബാക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ താഴെ, ഇതിൻ്റെ ഏറ്റവും താഴെ നോക്കുകയാണെങ്കിൽ താഴെയും ഒരു ശരിക്കും പറഞ്ഞാൽ ഡസ്റ്റ് ഫിൽറ്റർ ഉണ്ട്, മാഗ്നറ്റിക് അല്ല, നമുക്ക് റിമൂവബിൾ ഒരു ഡസ്റ്റ് ഫിൽറ്റർ ഉണ്ട്. അപ്പോൾ ഈ ഡസ്റ്റ് ഫിൽറ്റർ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ പവർ സപ്ലൈയുടെ താഴെയായിട്ട് വരും. അപ്പോൾ ഈ ഡസ്റ്റ് ഫിൽറ്റർ വഴിയാണ് പവർ സപ്ലൈ ഫാൻ, അതായത് നമ്മുടെ SMPSൻ്റെ അകത്തുള്ള ഫാൻ എയർ വലിച്ചെടുക്കുന്നത്. ഇതാണ് നമ്മളുടെ പവർ സപ്ലൈ ഷ്രൗഡ്, അതായത് PSU ഷ്രൗഡ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എല്ലാ ക്യാബിനിലും PSU ഷ്രൗഡ് ഉണ്ട്. അതായത് നമ്മളുടെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ ഒരു ക്യാബിൻ സെപ്പറേറ്റഡ് ആയിരിക്കും കാണില്ല. അപ്പോൾ ഞാനും ഇതുപോലെ ഒരു PSU ഷ്രൗഡുള്ള ഒരു ക്യാബിനാണ് നോക്കിയിരുന്നത്. അപ്പോൾ എല്ലാം കൂടി നമ്മളുടെ NX310 കിട്ടി. ഇത് ശരിക്കും ഗ്ലാസ് ആണ്, ടെമ്പേർഡ് ഗ്ലാസ് ആണ്, അതായത് അക്രൈലിക് ഗ്ലാസ് അല്ല. അപ്പോൾ ഈ 4 സ്ക്രൂ ഊരിക്കഴിഞ്ഞാൽ നേരെ താഴത്തോട്ട് വന്ന് വീഴും. അതായത് ആ ചെറിയൊരു ഹൈറ്റ് ഇതുണ്ട്, അപ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും നമ്മളുടെ റിയർ ഫാൻ, പിന്നെ താഴെ അതായത് പവർ സപ്ലൈ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ. ശരിക്കും പറഞ്ഞാൽ ഇതിന് സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് പവർ സപ്ലൈ ഷ്രൗഡ് ഉണ്ട്. അതായത് നമ്മൾക്ക് പവർ സപ്ലൈ എല്ലാം ഇതിൻ്റെ അകത്താണ് സെറ്റ് ചെയ്യുന്നത്, ഹാർഡ് ഡിസ്ക് ബേ അകത്തുണ്ട്. അതാണ് മെയിനായിട്ട്. അതായത് ഈ ഒരു വ്യൂവിൽ നമ്മളുടെ മദർ ബോർഡും ബാക്കി കേബിൾസും കാര്യങ്ങളും, അതായത് കേബിൾസിന് ലെസ് എമൗണ്ട് ഓഫ് കേബിൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ കാണാം നമുക്ക് ഇത് ഓൾറെഡി മിനി ATX, മൈക്രോ ATX മദർ ബോർഡ്സ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഡെഡിക്കേറ്റഡ് നമുക്ക് ബാക്കി ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ലിക്വിഡ് കൂളിംഗ് വെക്കണമെങ്കിൽ അതെല്ലാം വെക്കാനുള്ള സ്പേസ് എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ലാർജ് ഗ്രാഫിക്സ് കാർഡാണ്, വലിയ ഗ്രാഫിക്സ് കാർഡ്, അതെല്ലാം സെറ്റ് ആവുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. നമ്മളുടെ ലെഫ്റ്റ് സൈഡിലെ പാനൽ, അതായത് ഗ്ലാസ് പാനൽ ഊരാൻ വേണ്ടിയുള്ള സ്ക്രൂ. ഇതാണ് നമ്മുടെ കേബിൾ മാനേജ്മെന്റ് ഏരിയ. ഇപ്പോഴത്തെ ഓൾമോസ്റ്റ് എല്ലാ ക്യാബിനറ്റ്സിനും ഈ ഒരു സെപ്പറേറ്റ് ഒരു സ്പേസ് തരുന്നുണ്ട്. അതായത് നമുക്ക് ഈ അനാവശ്യമായ ഈ കേബിൾസ് അല്ല, അതായത് നമ്മളുടെ ഉപയോഗം കഴിഞ്ഞുള്ള ബാക്കിയുള്ള കേബിൾസും പിന്നെ നമ്മൾ പ്ലഗ് ചെയ്തിട്ട് എക്സ്ട്രാ വളഞ്ഞ് അതെല്ലാം നമുക്ക് അകത്തോട്ട് വലിച്ച് ഈ ഒരു കേബിൾ മാനേജ്മെൻറ്റ് ഏരിയയിൽ വെക്കാം. അപ്പോൾ പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി കവേർഡാണ്. ഇവിടെ മദർ ബോർഡും വരും. നമ്മളിവിടെ നമ്മളുടെ ഇവിടുത്തെ മെറ്റൽ കവറും മൂടിക്കഴിഞ്ഞാൽ കേബിൾസിൻ്റെ ആ ഒരു വൃത്തികേട് മുഴുവൻ ഈ വെച്ച് നമുക്ക് കവർ ചെയ്യാം, ഈ കേബിൾ മാനേജ്മെൻറ്റ് ഏരിയയിൽ കവർ ചെയ്യാം. നമ്മളുടെ അതായത് ഈ ട്രാൻസ്പെറൻറ്റ് വ്യൂവിൽ നിന്ന് കാണുമ്പോൾ കേബിൾസിൻ്റെ വൃത്തികേടൊന്നും കാണില്ല. ഇതെല്ലാം വന്നിരിക്കുന്നത് നമ്മളുടെ ഫ്രണ്ട് IO കേബിൾസാണ്. മെയിനായിട്ട് USB അങ്ങനത്തെ കാര്യങ്ങൾ, USB 2, പിന്നെ നമ്മളുടെ ബാക്കി LED ലൈറ്റ് അതെല്ലാം ഇവിടെ ഉണ്ട്. LED ലൈറ്റ്, റീസെറ്റ് ബട്ടൺ അതെല്ലാം ഇവിടെ ഉണ്ട്. ഇത് ഇത് സാറ്റ കണക്ഷനാണ്. നേരെ നമ്മളുടെ ഈ ഫ്രണ്ടിലെ ഫാനും ലൈറ്റിങ് LED സ്ട്രിപ്പിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ്.
ഓക്കെ, ഇതാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക് ബേ. അതായത് ഈ ഒരു ബേയിൽ നമുക്ക് പ്രസ് ചെയ്ത് നോക്കാം. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കിട്ടും. ഇതിൻ്റെ പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഹാർഡ് ഡിസ്ക് ഇതിലോട്ട് ഫിറ്റ് ചെയ്താൽ മതി, ഈ ഒരു ട്രേയിൽ ഫിറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് ഇവർ ഇതിൻ്റെ ഒപ്പം തരുന്ന സ്ക്രൂ പാക്സ്. നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഹാർഡ് ഡിസ്ക് നമ്മൾ നേരെ ഈ ഒരു ട്രേയിലോട്ട് ഫിറ്റ് ചെയ്താൽ മതി. ഇതെല്ലാം ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് വെക്കാം. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ അതും നമ്മളുടെ അതായത് വ്യൂവബിൾ ഏരിയയിൽ അത് കാണില്ല. ഹാർഡ് ഡിസ്ക് എല്ലാം ഈ ഒരു പ്രത്യേകം PS ഷോട്ടിനകത്ത് തന്നെ ഹാർഡ് ഡിസ്കും പോയിക്കോളും. ഓക്കെ, ഞാൻ നോക്കിയിട്ട് ഒരു ഹാർഡ് ഡിസ്കിനുള്ള സ്പേസ് ഉള്ളു ഇവിടെ. എക്സ്ട്രാ ഹാർഡ് ഡിസ്ക് വെക്കണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ആയിട്ടെല്ലാം ഫിക്സ് ചെയ്യേണ്ടി വരും എക്സ്ട്രാ ഹാർഡ് ഡിസ്ക്. ഓക്കെ, നമുക്ക് ഇവിടെ പവർ സപ്ലൈ യൂണിറ്റും വരും. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കണക്ഷനും കാര്യങ്ങളെല്ലാം. നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് കുറച്ച് കേബിൾ ടൈസ് എല്ലാം എക്സ്ട്രാ തന്നിട്ടുണ്ട്. നമ്മളുടെ കേബിൾ മാനേജ്മെൻറ്റിന് വേണ്ടി അങ്ങനത്തെ കാര്യത്തിന് വേണ്ടിയൊക്കെ. ഓക്കെ, നമ്മളുടെ സ്ക്രൂ സെറ്റും പിന്നെ സ്റ്റാൻഡ് ഔട്ട് സ്ക്രൂവും മറ്റു കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. നമുക്ക് അത്യാവശ്യം കേബിൾ ടൈസ് എല്ലാം തന്നിട്ടുണ്ട്. അത്യാവശ്യം രീതിയിൽ ചെയ്യാനുള്ള കേബിൾ ടൈസ് എല്ലാം അവർ ഇതിനൊപ്പം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്യാമറയുടെ കാര്യങ്ങൾ. ഇനി നമുക്കിത് കണക്ട് ചെയ്ത് ബാക്കി സെറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, നമുക്ക് ഓക്കെ ഓൾറൈറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഫാൻ കാര്യങ്ങൾ ഞാൻ വെച്ചാണ്. ഇതാണ് നമ്മളുടെ ശരിക്കും ക്യാബിനറ്റിൻ്റെ അതായത് ഇൻബിൽട്ട് RGB ലൈറ്റിംഗ്. ഇതാണ് നമുക്ക് ഫ്രണ്ടിൽ 2 അതായത് വെർട്ടിക്കൽ ഫേസിങ് സ്ട്രിപ്പ് ഉണ്ട്. താഴെ ഒരു 120 mm RGB ഫാൻ ഉണ്ട്. അതിൻ്റെയാണ് ആ ഒരു RGB നിലവിൽ കേസിനുള്ളത്. ഈ കേസിൽ ഞാൻ എക്സ്ട്രാ ഈ ഫാൻ കയറ്റിയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഏത് ഫാനാണ് എങ്ങനെയാണ് കാര്യങ്ങൾ ഞാൻ ചെയ്തതെന്ന് ഡീറ്റെയിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഫാൻ ഫിറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാണ് മുകളിൽ. അത് ശരിക്കും ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയറിലെ ഫാൻ എടുത്ത് മാറ്റി അത് ഞാൻ ഇപ്പുറത്തോട്ട് ഫിറ്റ് ചെയ്ത് എനിക്കൊരു എക്സ്ട്രാ ഇൻടേക്ക് എടുക്കാൻ വേണ്ടി ഞാൻ പിന്നെ ബാക്കിൽ റിയറിൽ ഒരു 120 mm പുറത്തോട്ട്, അതായത് എയർ ഔട്ടും അതായത് എക്സോസ്റ്റും മുകളിലും 2 എയർ എക്സോസ്റ്റും ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഞാൻ ജസ്റ്റ് കാണിക്കാം. ഇതാണ് മുകളിൽ 2 ഫാൻ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഇപ്പോൾ നിലവിൽ ഞാൻ വെച്ചിരിക്കുന്നത് 120 mm ഫാനാണ്. ഇതിൽ തന്നെ നമുക്ക് എക്സ്ട്രാ അതായത് ഇപ്പോൾ നമുക്ക് മുകളിൽ 2 ഫാൻ അതായത് നമുക്ക് വേണമെങ്കിൽ 140 mm ആക്കാം. അതിനുള്ള സ്ലോട്ടെല്ലാം ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഫാൻ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 140 mm എടുക്കാം. പക്ഷേ റിയറിൽ 120 mm പറ്റുള്ളൂ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എനിക്കെടുത്ത് പറയാനുള്ള വെച്ചാൽ ഇതിൻ്റെ ഈ താഴത്തെ ബുഷ് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അപ്പോൾ എയർ ഇൻടേക്കിനെല്ലാം നല്ല രീതിയിൽ ആ ഡിസൈൻ എല്ലാം നല്ല രീതിയിൽ എയർ ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ ഈ LED ലൈറ്റിംഗ് ആ സ്വിച്ച്, അതായത് ഈ സ്വിച്ച് ശരിക്കും അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലെ LED നമുക്ക് അതനുസരിച്ച് ഓരോ ഇതിനനുസരിച്ചും തീം സെറ്റ് ചെയ്യാം. Cause to be honest